ഹായ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു സേമിയോ പായസമാണ്. പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് ഒക്കെ വന്നാലും ഒരു പായസമൊക്കെ വെക്കണം എന്ന് വെച്ചാൽ വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം പായസമാണ് ഇഷ്ടം. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം പരിപ്പ് പായസമാണ്. അതും എറണാകുളത്തൊക്കെ വെക്കുന്ന പായസം നല്ല ടേസ്റ്റാണ്. പരിപ്പ് പായസം നല്ല കറുത്ത കളറിലിരിക്കും. ആ പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഞാനിവിടെ സേമിയോ പായസമാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് ഞാൻ ഇതിലൊരു ഗ്ലാസ് സേമിയ എടുത്തിട്ടുണ്ട്, വറുത്ത സേമിയ ഉണ്ട്, പിന്നെ പഞ്ചസാര വേണം, കുറച്ച് നെയ്യ്. ഇതൊക്കെ ഞാനിവിടെ ഉണ്ടാക്കണ നെയ്യാണ് കേട്ടോ, വീട്ടിൽ തന്നെ ഉണ്ടാക്കണ നെയ്യാണത്. പിന്നെ കുറച്ച് കശുവണ്ടി പരിപ്പ്, മുന്തിരി, ഏലക്കായ പൊടിച്ചത്, 1/2 ലിറ്റർ പാല് ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യമൊക്കെ ഞങ്ങൾ സേമിയ ഇടയ്ക്കിടയ്ക്ക് വയ്ക്കുമായിരുന്നു. അപ്പൊ സേമിയ വെന്ത് കഴിഞ്ഞ് പാൽ ഒഴിക്കുമ്പോൾ പാല് പിരിയും. അങ്ങനെ എനിക്ക് 1-2 പ്രാവശ്യം അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. പാല് വെറുതെ കളയേണ്ടി വന്നു. പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ സേമിയ ഇത് തിളച്ച് കഴിഞ്ഞ് പാൽ ഒഴിച്ചാൽ അപ്പൊ അത് പിരിഞ്ഞു പോകും. അപ്പൊ ഞാൻ ഇന്ന് എന്ത് ചെയ്തു, പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ പാത്രം വയ്ക്കണം, ഗ്യാസ് പാത്രം വയ്ക്കുക. ഈ കശുവണ്ടിയും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ സേമിയ വറുക്കേണ്ട ആവശ്യമില്ല, സേമിയ വറുത്തത് കാരണം. അപ്പൊ ഞാനത് ചെയ്യട്ടെ കേട്ടോ. ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കണം. ഇതിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം. സേമിയ പായസത്തിലൊക്കെ പരിപ്പും ഗോതമ്പൊക്കെ വെക്കണ പോലെ അതേപോലെ നെയ്യൊന്നും അത്ര ഒഴിക്കേണ്ട കാര്യമില്ല. ഇതിൽ കുറച്ച് നെയ്യ് മതി. ബട്ടർ ഇട്ടാൽ നല്ലതാണ്. ഞാൻ ബട്ടർ എടുത്ത് വയ്ക്കാൻ മറന്നു ഇതിൽ. അപ്പം ഞാനിനിയിപ്പോൾ ഇത് വറക്കട്ടെ. കശുവണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് പോരി ആ നെയ്യിലേക്ക് ഞാൻ സേമിയ ഇടുന്നു കേട്ടോ. അധികം വറക്കേണ്ട കാര്യമൊന്നുമില്ല. ചൂടായി കഴിഞ്ഞാൽ നെയ്യൊന്നും എല്ലാ ഭാഗത്തും ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കും. നെയ്യ് എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട്. സേമിയ നെയ്യ് എല്ലാ ഭാഗത്തേക്കും ആയി. ഇനി കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. ഇത് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഞാനിവിടെ ഒഴിക്കണത്. തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കണത്. ഞങ്ങളിത് മക്കള് ചെറുതായിരിക്കുമ്പോ എല്ലാ മാസവും സാധനങ്ങൾ മേടിക്കുമ്പോൾ ഒരു പാക്കറ്റ് സേമിയ എന്തായാലും വാങ്ങിക്കും. അപ്പൊ ഇടയ്ക്ക് സൺഡേ ഒക്കെ വരുമ്പോൾ പിള്ളേർക്ക് ഞാൻ പായസം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. സേമിയാണ് അധികവും വാങ്ങിക്കാറ്. അപ്പൊ പിന്നെ പെട്ടെന്ന് എളുപ്പമായില്ല. ഒരു പാല് വാങ്ങിച്ചാല് അന്നൊക്കെ കൂടുതൽ പാല് ഞങ്ങളിവിടെ ഒരു വീട്ടിൽ നിന്നാണ് പാല് വാങ്ങിക്കുന്നത്. അവിടെ നിന്ന് വാങ്ങിച്ചു വെക്കാറുണ്ട്. ഇപ്പൊ പിന്നെ അവിടെ നിന്ന് അധികം പാല് വാങ്ങിക്കാറില്ല. ഞങ്ങൾക്ക് ഡെയിലി ആവശ്യത്തിന് മാത്രമുള്ള പാല് വാങ്ങിക്കാറുള്ളൂ. ഇതിപ്പോ ഞാൻ പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത്. 1/2 ലിറ്റർ ഒരു പാക്കറ്റ് മിൽമേര പാല് വാങ്ങിച്ചിരിക്കുന്നത്. പായസം ഇടയ്ക്ക് കഴിക്കാത്തതെന്ന് പറഞ്ഞാൽ ഷുഗറൊക്കെ എല്ലാം എടുക്കും. എനിക്ക് ഷുഗർ വന്നിട്ടില്ല, എന്നാലും ബോർഡർ ലൈനിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ പായസം ഇഷ്ടമാണെങ്കിൽ കണ്ടാൽ ഞാൻ എന്തായാലും കഴിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കൽ കുറഞ്ഞു പായസം. പിന്നെ കൊച്ചുങ്ങളൊക്കെ വരുമ്പോഴും അവർക്കും വലിയ വേറെ കൊച്ചുകൾക്ക് ഈ പായസം ഒന്നും അധികം വലിയ താല്പര്യമൊന്നും ഇല്ല അവർക്ക്. തിളച്ചൊന്ന് സേമിയ വെന്തതിന് ശേഷം പഞ്ചസാര ചേർക്കാം കേട്ടോ. സേമിയ ഇപ്പൊ വെന്തു. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ പഞ്ചസാര ചേർക്കുന്നു കേട്ടോ. 1
4 ടീസ്പൂൺ പഞ്ചസാര ചേർത്തുണ്ട്. ഈ സ്പൂണിൽ 4 ടീസ്പൂൺ പഞ്ചസാര. അധികം മധുരം വേണ്ട. പഞ്ചസാര ഒന്ന് ഈ സേമിയയിൽ പിടിക്കണം. എന്നിട്ട് പാല് ചേർക്കാം. പഞ്ചസാര ചേർത്ത് ഇപ്പൊ സേമിയയിൽ നന്നായി പിടിച്ചിട്ടുണ്ട് പഞ്ചസാര. ഇനി ഞാൻ ഇതിലേക്ക് തിളപ്പിച്ച് വെച്ച പാല് ഒന്ന് അരിച്ചിട്ട് ഒഴിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇതിൽ പാടേവ ഉണ്ടാവും. അപ്പൊ അരിച്ചിട്ട് ഒഴിക്കും. ഇത് പാലും സേമിയയും പഞ്ചസാരയും എല്ലാം കൂടി നല്ല തിളച്ച് ഉരുക്കി വരുമ്പോൾ ഒക്കെയായിട്ട് വരുമ്പോൾ അത് ഇറക്കി പാലൊഴിച്ച് തിളച്ചു നല്ല കുറുകി വരുന്നുണ്ട് കേട്ടോ. ഇത് അധികം സമയത്ത് ഇതാക്കിക്കണ്ട, വറ്റിക്കണ്ട, പെട്ടെന്ന് തന്നെ ആവും. ഇതിലേക്ക് ഞാൻ ഏലക്കായ 2 പൊടിച്ച് വെച്ചത് ചേർക്കണം കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് ചേർത്തിട്ടുണ്ട്. പായസം റെഡിയായി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നു കേട്ടോ.